നെടുമ്പാശ്ശേരിയിൽ മാലിന്യക്കുഴിയിൽ വീണ 3 വയസ്സുകാരന് ദാരുണാന്ത്യം. വിമാനത്താവളത്തിൽ യാത്രക്കാർ പുറത്തിറങ്ങുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. രാജസ്ഥാൻ സ്വദേശി റിധാൻ ജജുവാണ് മരിച്ചത്. വിഷ്ണു സുരേഷും ഒപ്പം അശ്വിൻ പാലാഴിയുമുണ്ട്. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ഞാൻ മനസ്സിലാക്കുന്നത് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് നിന്നാണ് വിഷ്ണു ചേരുന്നതെന്നാണ്. സങ്കടകരമായ സംഭവമാണ്, അപ്രതീക്ഷിതമായ ഒരു അപകടം. ഇതെങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ച് ഇത്ര നിരന്തരമായ പരിശോധനകളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടക്കുഴി അതാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? ഗോകുൽ, അതിദാരുണമായ സംഭവമാണ്. 12:30 കൂടിയാണ് അപകടം നടന്നത്. ഈ കാണുന്ന കഫേയിലാണ് ഈ കുട്ടിയുടെ കുടുംബം രക്ഷിതാക്കൾ ഭക്ഷണം കഴിക്കാൻ എത്തിയത്. ആ ഘട്ടത്തിലാണ് കുട്ടി അവർക്കൊപ്പം അവിടെ നിന്ന് എഴുന്നേറ്റ് കുട്ടി ഇങ്ങോട്ടേക്ക് ഈ കാണുന്ന പ്ലേയിങ് ഏരിയയിലേക്ക് എത്തിയത്. ഇവിടെയാണ് ഈ പറയുന്ന കുഴി അടക്കമുള്ള മേഖലയുള്ളത്. സാധാരണഗതിയിൽ കുട്ടികളൊക്കെ ഈ പ്രദേശത്തെത്തി കളിക്കാറുള്ളതാണ് എന്നാണ് ഇവിടുത്തെ ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ കുട്ടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കുട്ടി ഇവിടെ ഒറ്റക്കായിരുന്നു. അവിടെ ഒറ്റക്ക് കളിക്കുന്നതിനിടയിൽ ഇതിലൂടെ ചെന്ന് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ പോയി അവിടെ ആ മൂടി വെച്ചിരിക്കുന്ന പിറ്റിൽ വീഴുകയായിരുന്നു. ആ പിറ്റ് നേരത്തെ തുറന്ന് ഇരിക്കുകയായിരുന്നു. ഈ അപകടം സംഭവിച്ച ശേഷമാണ് അടച്ചു വെച്ചത്. കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് രക്ഷാതാക്കൾ പുറത്തിറങ്ങി പോലീസ് ഹെഡ് പോസ്റ്റിലടക്കം പറഞ്ഞ് പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു 10 മിനിറ്റ് സമയമെടുത്തു. ആ സമയത്തിനിടയിലാണ് കുട്ടിയുടെ ചെരുപ്പ് ഈ പിറ്റിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. അപ്പോഴാണ് ആ പിറ്റിനകത്തേക്ക് ഏകദേശം 4.5 അടിയോളം താഴ്ചയുണ്ട്. അവിടെ പോലീസ് പരിശോധന നടത്തുകയും അവിടെ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. കുട്ടിയെ കണ്ടെത്തി ഈ CPR അടക്കം നൽകുന്ന ഘട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിന് പുറത്തേക്ക് ഈ മാലിന്യം അടക്കമുള്ള വസ്തുക്കൾ പുറത്തേക്ക് വന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിദാരുണമായ സംഭവമാണ്. പിന്നീട് ഇവിടെ നിന്ന് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇങ്ങോട്ടേക്ക് ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ല എന്നാണ് നമുക്കിവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പിറ്റുണ്ട് അല്ലെങ്കിൽ ഒരു അപകടക്കുഴിയുണ്ട് എന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പരാമർശിച്ചിട്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ അപകടത്തിന് പ്രധാനമായും കാരണമായത്. ഒരുപക്ഷെ അത്തരത്തിലൊരു അപകട ബോർഡ് കണ്ടിരുന്നെങ്കിൽ ഈ കുട്ടിയെ ഇങ്ങോട്ടേക്ക് തനിച്ച് മാതാപിതാക്കൾ വിടില്ലായിരുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. അതിദാരുണമായ സംഭവം. ഇന്ന് 12:00 കൂടിയാണ് അവർ രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ ഘട്ടത്തിലാണ് അപകടം ഉണ്ടായത്. രക്ഷിതാക്കൾ ഉണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിൽ രക്ഷിതാക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കഫറ്റീരിയയ്ക്ക് തൊട്ടടുത്തുള്ള ഈ ലോണിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. സിയാലിൻ്റെ ഒരു വിശദീകരണ കുറിപ്പ് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. വിഷ്ണു, ഏതായാലും ദാരുണമായ സംഭവമാണ്. അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന്. അശ്വിൻ, ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലാണുള്ളത്. ഈ കുടുംബം രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ സാഹചര്യം എന്താണ്? യാത്രയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ എത്തിയതായിരുന്നു? ഗൂഗിൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമില്ല. എന്തായാലും ഇപ്പോൾ സിയാലിൻ്റെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഈ അപകടവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഈ കുട്ടി അപകടത്തിൽപ്പെട്ട സ്ഥലം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഭാഗമാണ് എന്ന് അധികൃതർ അറിയുന്നുണ്ട്. ആഭ്യന്തര ടെർമിനലിന് പുറത്തുള്ള അന്നാസാറ കഫേയുടെ പിൻഭാഗത്താണ് ഈ അപകടം ഉണ്ടായത്. സംഭവം നടന്ന സമയത്ത് ഇവരുടെ മാതാപിതാക്കൾ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഒരു സംഘത്തിനൊപ്പമാണ് ഈ കുട്ടി എത്തിയത്. ഒപ്പം ഈ അല്പനേരം കഴിഞ്ഞപ്പോഴാണ് കുട്ടിയെ കാണാതായ വിവരം മാതാപിതാക്കൾ അറിയുന്നത് എന്ന ഔദ്യോഗിക വിശദീകരണത്തിൽ സിയാൽ പറയുന്നുണ്ട്. ഒപ്പം സിയാൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ തുടർന്ന് വിവരം അറിയിച്ചു. അവർ ഒരു പരിശോധന നടത്തിയെങ്കിലും നേരിട്ട് കണ്ടെത്താനായില്ല. പിന്നീട് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇങ്ങനെയാണ് ഒരു ബൊഗൈൻവില്ല ചെടികൾ കൊണ്ട് തീർത്ത വേലിയുണ്ട്. ആ വേലി മറികടന്ന് കുട്ടി പോകുന്നതും പിന്നീട് കുഴിയിലേക്ക് വീഴുന്നതും CCTVകളിൽ നിന്നും വ്യക്തമായി എന്ന ഈ ഔദ്യോഗിക വിശദീകരണത്തിലുണ്ട്. തുടർന്ന് സിയാലിൻ്റെ തന്നെ വാഹനത്തിൽ പോലീസ് സാന്നിധ്യത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. 1:42 കൂടിയാണ് മരണം സംഭവിച്ചത്. തുടർ നടപടികൾക്കായി സിയാൽ അധികൃതരുടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണത്തിലുള്ളത്. എന്തായാലും ആ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തിടത്തേക്കാണ് കുട്ടി കടന്നത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഏകദേശം ഒരു 12:30 കൂടിയാണ് കുട്ടിയെ കാണാതാകുന്നതും തുടർന്നുള്ള ഒരു അന്വേഷണമൊക്കെ അതിന് ശേഷമാണ് നടന്നത്. എന്തായാലും ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ തന്നെ കുട്ടി ചലനമറ്റ അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ പോലീസ് അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലുണ്ട്. മോർച്ചറിയിലാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത്. 5 മണിക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനാകുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഒപ്പം ഇൻക്വസ്റ്റ് അടക്കം നടത്തേണ്ടതുണ്ട്. ആ നടപടികളിലേക്കൊക്കെ അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കും. കുട്ടിയുടെ അമ്മയും അച്ഛനും ഒപ്പം ഉണ്ടായിരുന്ന 2 കുട്ടികളും 2 കുഞ്ഞു കുട്ടികൾ കൂടിയുണ്ട്. അവരടക്കം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആശുപത്രി PRO നമുക്കൊപ്പം ചേരുന്നു. ഏകദേശം എത്ര സമയത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചത്? ഒരു മണിയോട് കൊണ്ടുവന്നപ്പോൾ തന്നെ ക്രിട്ടിക്കലായിരുന്നു. അനക്കമില്ലായിരുന്നു. അനക്കമില്ലാത്ത അവസ്ഥയെ കൊണ്ടുവന്നത്. CPR കൊടുത്തു നോക്കി, കുഞ്ഞല്ലേ രക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന്, പക്ഷെ സാധിച്ചില്ല.
അപ്പോൾ ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെയാണ് ഇവിടുത്തെ? പോലീസിൽ ഇൻറ്റിമേഷൻ അറിയിച്ചിട്ടുണ്ട്. ശേഷം അവരിനി പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കും. അത് ഇന്ന് തന്നെ ഉണ്ടാവും. ഇന്ന് തന്നെ ശേഷമായിരിക്കും നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ പോലീസ് ക്ലിയറൻസോട് കൂടിയിട്ട്. എന്തായാലും അതാണ്, അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു സംസ്ഥാനത്തു നിന്നതായതുകൊണ്ട് തന്നെ അതിൻ്റേതായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാവുകയുള്ളൂ. പോലീസ് പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കി. അല്പസമയത്തിനുള്ളിൽ ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് ആദ്യം നടക്കും, അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകും. പിന്നീട് പോലീസ് ക്ലിയറൻസോട് കൂടി ഇവരുടെ സ്വദേശത്തേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള ഒരു നടപടികളായിരിക്കും നടക്കുക. എന്തായാലും ഇപ്പോൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ മോർച്ചറിയിൽ ഈ 3 വയസ്സുകാരൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ സ്വദേശിയായ 3 വയസ്സുള്ള കുട്ടിക്കാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള പരിസരത്ത് ഈ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്, അതിലേക്ക്. കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ട് ഓടി വന്നതാണ്. അപ്പോഴത്തേക്കും കുട്ടീനെ ടാങ്കിൽ നിന്ന് പുറത്തെടുത്തപ്പോഴത്തേക്കും CPR കൊടുത്തപ്പോഴത്തേക്കും കുറേ വേസ്റ്റും വെള്ളം കൂടെ അടക്കം കുട്ടിയുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുവാണെന്നുണ്ടായി. അതായത് ഇവർ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കുട്ടി അങ്ങോട്ട് പുറത്തേക്ക് പോയി. അപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ കുട്ടീനെ കണ്ടില്ല. അപ്പം പോലീസ് ഹെഡ് പോസ്റ്റിൽ അങ്ങോട്ട് പരാതി കൊടുത്തതിന് ശേഷം വന്ന് നോക്കിയപ്പോഴാണ് കുട്ടി ടാങ്കിൽ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കുട്ടി ടാങ്കിൽ കിടന്നു. അപ്പോൾ ഇതിൻ്റെ അളവ് പോലീസുകാർ വന്ന് ജസ്റ്റ് പൈപ്പൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഏകദേശം 4 അടിയോളം മേളിൽ പൊക്കമുണ്ട്, അതിൽ വെള്ളമുണ്ട്, വെള്ളവും വേസ്റ്റും ഉണ്ട്. എടുക്കുമ്പോൾ ഒരനക്കം ഉണ്ടായിരുന്നില്ല കുട്ടിക്ക്. അതിന് വണ്ടി കിട്ടിയില്ല. ഒരു ടാക്സി വന്നപ്പോൾ അപ്പോൾ തന്നെ കയറ്റി വിടുകയാണ് ചെയ്തത്. ഇവിടുത്തെ ആംബുലൻസൊക്കെ വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയിരുന്നു. സങ്കടകരമായ വാർത്തയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വരുന്നത്. അവിടെ വിമാനത്താവളത്തിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പിൻഭാഗത്ത് ആണ് ഇങ്ങനെയൊരു അപകടക്കുഴി ഉണ്ടായിരുന്നത്. അവിടെയാണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത്.